നഴ്സറിയിൽ നിന്ന് വാങ്ങുന്ന റോസുകൾ റീപോട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. റോസ് വാങ്ങിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ഒരിക്കലും റീപോട്ട് ചെയ്യാറില്ല. 2-3 ദിവസം നമ്മുടെ കാലാവസ്ഥയായിട്ട് ഇണങ്ങിച്ചേരാനായിട്ട് അതിനൊരു സമയം കൊടുത്തതിന് ശേഷമാണ് അത് റീപോട്ട് ചെയ്യാറ്. എന്താ കാരണം എന്ന് വെച്ചാൽ മിക്കവാറും നഴ്സറിക്കാർ റോസ് അതുപോലുള്ള മറ്റ് ചെടികളൊക്കെ കൊണ്ടുവരുന്നത് പൂനെ, ബാംഗ്ലൂർ പോലുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ തലേ ദിവസം അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം നഴ്സറിയിൽ നിന്ന് നമ്മൾ വാങ്ങുമ്പോൾ ക്ലൈമറ്റിൽ സാരമായ ചേഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലൈമറ്റ് ചേഞ്ചസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ദിവസം, ഒരു 4-5 ദിവസം ചെടികൾക്ക് നൽകുന്നത് വളരെ നല്ലതാണ്. ആദ്യത്തെ 1-2 ദിവസം തണലത്തും പിന്നീടുള്ള 3-4 ദിവസം വെയിലും കൊള്ളിച്ചതിന് ശേഷം വേണം നമ്മൾ റീപോട്ടിങ്ങിലേക്ക് കടക്കാനായിട്ട്. വെള്ളം വാർന്നു പോകുന്ന എന്നാൽ കുറച്ച് പശിമയുള്ള, അതായത് വളങ്ങളൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ അത് പിടിച്ചു നിർത്താൻ കഴിവുള്ള തരം പോട്ടി മിക്സ് എടുക്കുന്നതാണ് റോസിന് എപ്പോഴും നല്ലത്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഗാർഡൻ സോയിലും എം സാൻഡും വെർമി കമ്പോസ്റ്റും ഈക്വൽ അളവിലാണ് ഞാനിവിടെ മിക്സ് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത്. പോട്ടി മിക്സിൽ കല്ലും കട്ടയൊക്കെ കളഞ്ഞ് നല്ല പോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വേണം അത് ചട്ടികളിലേക്ക് നിറയ്ക്കാനായിട്ട്. ചട്ടികൾ തിരഞ്ഞെടുക്കുമ്പോഴും നല്ലപോലെ ശ്രദ്ധിക്കണം. ചെറിയ ചട്ടി ആയിക്കഴിഞ്ഞാൽ പൂക്കളുടെ എണ്ണത്തിലും വലിപ്പത്തിലും അതിനനുസരിച്ച് കുറവ് സംഭവിക്കും. വലിയ ചട്ടികളാവുമ്പോഴാണ് കൂടുതൽ പൂക്കളും കൂടുതൽ വലിപ്പത്തിലുള്ള പൂക്കളും ഉണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ വലിയ ചട്ടി ആവുമ്പോഴാണ് കൂടുതൽ വേരോട്ടം സാധ്യമാവുക. അപ്പോൾ വേരോട്ടത്തിനനുസരിച്ചിട്ടാണ് നമ്മുടെ ചെടികളിൽ പൂക്കളും അവയുടെ വലിപ്പവും ഒക്കെ സാധ്യമാവുന്നത്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ ചെറിയ ചട്ടി എടുക്കാതെ ഒരു ഇടത്തരോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കോ വലിപ്പമുള്ള ചട്ടികൾ എടുക്കുന്നതാണ് റോസിന് എപ്പോഴും നല്ലത്. ഈ കാണിക്കുന്ന പിക്ചറുകളിൽ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബഡ് റോസ് മെയിൻ സ്റ്റെമ്മായിട്ട് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് ടേപ്പ് കാണാൻ പറ്റും. നമ്മൾ റീപോട്ട് ചെയ്യുന്നതിന് മുൻപ് ഈ ടേപ്പ് നിർബന്ധമായും ഊരിക്കളയണം. ഇല്ല എന്നുണ്ടെങ്കിൽ ചെടി വലുതായി വരുമ്പോൾ ഈ ടേപ്പ് അതിൻ്റെ കമ്പിൻ്റെ ഇടയിൽ കുടുങ്ങി ആ ടേപ്പ് ചുറ്റിയിരിക്കുന്ന ഭാഗത്തിന് വികസിക്കാൻ പറ്റാതെ വരും. അപ്പോൾ ചെടിയുടെ മറ്റ് ഭാഗങ്ങൾ വലുതാവുകയും ഈ ഭാഗം വലുതാവാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ചെടി ഒടിഞ്ഞു പോകാനും അതുപോലെ തന്നെ മെയിൻ സ്റ്റെമ്മിൽ നിന്ന് വിട്ടു പോരാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് വളരെ സൂക്ഷിച്ച് നമ്മൾ ടേപ്പ് മാറ്റി കളഞ്ഞിട്ട് വേണം റീപോട്ടിങ് ചെയ്യാനായിട്ട്. ടേപ്പ് മാറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ടേപ്പിൻ്റെ കെട്ട് അവസാനിക്കുന്ന ഭാഗത്തോട് കൂടി ചേർന്ന് നമ്മൾ ഒരു നല്ല ബ്ലേഡോ കത്തിയോ ഉപയോഗിച്ച് ചെറുതായി ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമ്മുടെ വിരലോ നഖോ ഉപയോഗിച്ച് പതുക്കെ അതിൽ നിന്ന് വിടിയിപ്പിച്ചെടുക്കേണ്ടതാണ്. വിടിയിപ്പിക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. ബഡിൻ്റെ ഭാഗത്തിന് ഒരു കുഴപ്പമില്ലാത്ത തരത്തിൽ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് വേണം നമ്മളത് വിടിയിപ്പിച്ച് എടുക്കാനായിട്ട്. അടുത്തതായിട്ട് അതിൻ്റെ വേരുകൾക്ക് വലിയ കുഴപ്പം തട്ടാത്ത രീതിയിൽ വേണം നമ്മളത് മാറ്റി നടാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അടിഭാഗം ആദ്യം ഒരു റൗണ്ട് ഷേപ്പിൽ കവറ് മുറിച്ച് മാറ്റിയതിന് ശേഷം വേണം നമ്മൾ സൈഡിലത്തെ കവറുകൾ മാറ്റാനായിട്ട്. അത് മാറ്റുന്നതിന് മുൻപ് നമുക്ക് ആ ചെടി നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ചട്ടിയിലേക്ക് വെച്ച് നോക്കി അതിൻ്റെ അളവ് കറക്റ്റാക്കിയതിന് ശേഷം, അതായത് ബഡിൻ്റെ ഭാഗം മൂടിപ്പോകാത്ത തരത്തിൽ റോസിലെ കവറിൻ്റെ ഉള്ളിൽ എത്രമാത്രമാണോ നമ്മുടെ മണ്ണുള്ളത് അത്ര തന്നെ മണ്ണേ അതിൻ്റെ ഒപ്പം മണ്ണേ നമുക്ക് ചട്ടിയിലേക്കും ഇടാവൂ. അതിൻ്റെ മുകളിലേക്ക് മണ്ണിട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ അടിയിൽ നിന്ന് കാട്ടു റോസ് മുളച്ച് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. മാത്രമല്ല ബഡിലേക്ക് മണ്ണ് നിന്ന് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ബഡ് ചെയ്ത ഭാഗം മുകൾ ഭാഗത്തേക്ക് നിൽക്കുന്ന തരത്തിൽ വേണം നമ്മൾ റോസ് റീപോട്ടിങ് ചെയ്യാനായിട്ട്. ബഡ് റോസ് വാങ്ങുമ്പോൾ നമ്മുടെ മെയിൻ സ്റ്റെമ്മും ബഡ് ചെയ്ത സ്റ്റെമ്മും ഒരേ വലിപ്പത്തിലുള്ളതോ അല്ലെങ്കിൽ മെയിൻ സ്റ്റെമ്മ് കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടുള്ളതോ വേണം നോക്കിയെടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ റോസ് വലുതായി വരുമ്പോൾ മെയിൻ സ്റ്റെമ്മ് ശോഷിച്ചു പോയിട്ട് അത്
നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ കാര്യം കൂടിയും നമ്മൾ ബഡ് റോസ് വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളിതുപോലെ റീപോട്ട് ചെയ്ത റോസുകൾ 1-2 ദിവസം എങ്കിലും തണലത്ത് വെച്ചതിന് ശേഷം വേണം നമ്മളതിനെ കുറേശ്ശെയായിട്ട് വെയിൽ കൊള്ളിച്ച് കൊണ്ടുവരാനായിട്ട്. റോസ് വെയിൽ നല്ലോണം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുൾ സൺലൈറ്റിലേക്ക് വെക്കരുത്. ആദ്യം മോർണിംഗിലത്തെ 2 or 3 hours വെയിലത്ത് വെച്ചതിന് ശേഷം തണലത്തേക്ക് വെക്കുക. വീണ്ടും പിറ്റത്തെ ദിവസം കുറച്ചും കൂടി കൂടുതൽ വെയിലത്തേക്ക് വെക്കുക. അങ്ങനെ വേണം നമ്മൾ വെയിൽ കൊള്ളിച്ച് കൊണ്ടുവരാനായിട്ട്. പെട്ടെന്ന് തന്നെ അതിനെ ഫുൾ സൺലൈറ്റിലേക്ക് ഒരിക്കലും വെക്കരുത്. അതുപോലെ തന്നെ 4 ദിവസത്തിലൊരിക്കലെങ്കിലും നല്ല വെയിലുള്ളപ്പോൾ അതിന് തീർച്ചയായും നനച്ചിരിക്കണം. മഴക്കാലത്ത് കുറച്ച് കുറവായാലും കുഴപ്പമില്ല. നല്ല മഴയുള്ള സമയത്ത് റോസുകൾ ഷെയ്ഡിലേക്ക് മാറ്റി വയ്ക്കുന്നത് അത് നശിച്ചു പോകാതിരിക്കാനായിട്ട് സഹായിക്കും. ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബഡ് റോസ് ഈസി ആയിട്ട് വളർത്തിയെടുക്കാം.